എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. എപ്പോഴും നമ്മുടെ പോസ്റ്റ് ചെയ്യുന്ന ചങ്ക് സജാസ് ചെയ്ത് 9:30 പോകണ്ട അല്ല 9 മണിക്ക് പോകേണ്ട പരിപാടിക്ക് 9:45 വരുന്നു. ഗായ്സ് നമ്മളിന്ന് ഹണി റോസിനെ കാണാൻ വേണ്ടി പോവാണ്. ജിങ്കൂട് ബിസ്ക്കറ്റ് എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. കെവിക്കാണ് ഇന്നത്തെ ഹൈലൈറ്റ്. കെവിക്ക് ഹണി റോസിനെ അല്ല കാണാൻ പോകുന്നത്, വേറെ ആളെ കാണാൻ പോകുന്നത്. അതെ, എപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന സജാസ് ചെയ്ത് വന്നിട്ടുണ്ട്. 3/4 മണിക്കൂർ ലേറ്റായി വന്ന സജാസ് ചെയ്ത് അങ്ങനെ നമ്മൾ ആലക്കോട് എത്തിയിരിക്കുകയാണ്. പട്ടിക്കുഞ്ഞു പോലുമില്ല. സജൂസ് കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് ഇതാ നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തി. ഉദ്ഘാടനം കഴിഞ്ഞ് അവർ പോയി തോന്നുന്നുണ്ട്. ബോച്ചനെ കാണാൻ വന്ന ജനങ്ങൾ ഹണി റോസിനെ കാണാൻ വന്ന രാവിലെ മുതൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഹണി റോസിനെ കാണാൻ കണ്ണിലെ തിളക്കം നോക്കൂ ഗൈസ്. ഇവിടെ എത്തിയെന്നാണോ? ബോച്ച ഇവിടെ എത്താറായി. പെട്ടെന്ന് എത്തണം. ആ കൂപ്പൺസ് ഒന്നും പാസ് ചെയ്ത് മേടിച്ചാണ് പുറകിൽ നിൽക്കുന്ന ചേട്ടന്റെ കയ്യിൽ നിന്ന്. പരസ്പരം സഹായിക്കൂ. ഇവിടെ അടുത്ത് എത്താൻ പോവുകയാണ്. ഹണി റോസ് ഇപ്പോ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടേക്ക് കടന്നു വരുന്നു. ആലക്കോടിന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ഹണി റോസിനെ ഇവിടേക്ക് കടന്നു വരാനുള്ള ഒരു സൗകര്യം നിങ്ങൾ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആലക്കോടിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആലക്കോടിന്റെ സ്ഥലം കുറഞ്ഞ കൈയോടുകൂടി നമുക്ക് ഹണി റോസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഉടൻ തന്നെ അടുത്തതായിട്ട് ഇവിടെ എത്തിച്ചേരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കോച്ചയാണ്. കോച്ച ഏതാനും നിമിഷങ്ങൾ തന്നെ ഇവിടെ എത്തിച്ചേരുന്നു. പ്ലീസ് ഒന്ന് വീശിയില്ല. ഇവിടുന്ന് ആരും വീശിയത് കാണില്ല. എല്ലാവരും ഓക്കെ. ആലക്കോടിന്റെ സ്നേഹം ഇത്രയും നേരം നിങ്ങൾ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഹണി റോസ് ഇവിടെ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഒത്തിരി സന്തോഷം. ഇന്ന് ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഈ സ്നേഹമൊക്കെ കാണുമ്പം എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പ്രത്യേകം താങ്ക്സ് ഇവിടെ എത്തിച്ചേരാൻ മനസ്സിൽ കാണിച്ചതിന്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമുഖത്തോടുകൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് നമുക്ക് ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകളെയും അവരുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടത്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചടങ്ങ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനൊരു സെലിബ്രേഷൻ്റെ ഒരു മൂഡൊന്നുമില്ല. നമ്മൾ ഏറ്റവും ഒരു നല്ലൊരു പുതിയ തുടക്കത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മുഹൂർത്തം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സമയത്തും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരെയും 2003 ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത്. അത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല, നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും എല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ്. ബോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള എന്താ പറയുക, ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെയാണ്, അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന്. അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ചാരിറ്റി
കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമ. ആദ്യമായിട്ട് തന്നെ വളരെ സ്നേഹത്തോടുകൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാറ്റിനും ഉപരിയായി ആലക്കോട്ടെ നല്ലവരായ ഈ ജനങ്ങളെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഈ സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമ അദ്ദേഹത്തെ ഈ ആലക്കോട് നിവാസികൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോച്ചയെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ എപ്പോഴും കൂടെയുള്ള നമ്മുടെ സ്വന്തം നമ്മുടെ സ്നേഹമാണ് അദ്ദേഹത്തെ മുൻപോട്ട് ക്ഷണിക്കുകയാണ്. ഇപ്രാവശ്യം ചാരിറ്റി മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ സഹോദര സഹോദരിമാർ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ വയനാട്ടില് ആ ദുരന്തത്തിൽപ്പെട്ട് ഞാൻ അവിടെ പോയപ്പോ അത് കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ക്യാമ്പുകളിലൊക്കെ. അതുകൊണ്ട് വെട്ടിച്ചുരുക്കി നമ്മൾ അവർക്ക് വേണ്ടി പകരം അത് സഹായമായിട്ട് അവർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നന്ദി പറയാണ് ഇങ്ങോട്ട് വരുമ്പോ. നന്ദി. ഇത് കാരണം കൊണ്ടാണ് പിന്നെ എല്ലാവരും വയനാടിന് വേണ്ടി പറ്റുന്ന സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ അനിറോസ് പല ഉദ്ഘാടനങ്ങൾക്കും വരുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. അനിറോസിന് പ്രത്യേകം അനിറോസിന് എന്റെ കയ്യിൽ ഹണി ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. അനിറോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാളെ ഓർമ്മ വന്ന എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. പിന്നെ ഇതിന്റെ ചാരിറ്റി പ്രവർത്തന കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ ലവ് യു എവറിബഡി. എന്നെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രവർത്തനങ്ങളില് ഒരുപാട് പേര് പല രംഗത്തുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ്, ഫാൻസ് എല്ലാവർക്കും എല്ലാ സമയത്തും കൂടെ നിന്നതിന് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ മാറും എല്ലാവരും അടുത്ത് ഓക്കെ റെഡി പറയും പ്ലീസ്. നിങ്ങൾ പറഞ്ഞിട്ട് കട്ട് ചെയ്യണം. റെഡി അല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ച് താങ്ക് യു വെരി മച്ച്. അടുത്തത് കൗണ്ടർ സന്ദർശിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് വാങ്ങാൻ മറക്കരുത്. ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പില് ആരാണ് കോടീശ്വരൻ, ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ബ്രാൻഡ് ന്യൂ ഷോപ്പ് ആലങ്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ചടങ്ങായിരുന്നു. ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ്. ബോച്ചയെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല. കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തിന് നമുക്ക് വിളിക്കാം. അതിനപ്പുറത്തേക്കൊരു നമ്മൾ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. സ്വർണം വാങ്ങുക, കൂപ്പൺ മറക്കാതെ വാങ്ങുക. ഡെഫിനറ്റ്ലി ഒരു ഫ്യൂച്ചർ കോടീശ്വരൻ നിങ്ങളായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു സാർ. ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനും പ്രത്യേകം താങ്ക്സ്. താങ്ക് യു സോ മച്ച്. നമ്മൾ പാവങ്ങളെ സഹായിച്ച് അവർക്ക് ചാരിറ്റി ചെയ്തുകൊണ്ട് ഒരാൾ ഇന്ന് ലോകത്തിൽ നശിച്ചിട്ടില്ല. അതിനുള്ള സന്തോഷവും സമാധാനവും സമ്പത്ത് എല്ലാം നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഫെസ്റ്റിവൽ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ആഘോഷത്തിന്റെ ഫണ്ടും അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ പ്രത്യേകം
പിന്നെ മറ്റൊരു വിഷമം നമ്മുടെ മൈസൂർ ജ്വല്ലറിയിൽ ഉള്ള സ്റ്റാഫിന്റെ ഫാദർ, മദർ, 9 പേര് എല്ലാവരും മരണപ്പെടുകയുണ്ടായി. ഞാൻ ആ ക്യാമ്പ് വിസിറ്റ് ചെയ്തപ്പോൾ എൻ്റെ സ്റ്റാഫ് അവിടെ ഉണ്ടായിപ്പോയി. അതിലൊക്കെ നമ്മൾ അതിന്റെ വിഷമം രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഏറ്റവും വലിയ വിഷമം ഉണ്ടായത് ഒരു ചെറിയ കുട്ടി ഞാൻ പോവാൻ നിൽക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ചു കൂടെ വരാൻ. അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോൾ ആ കുട്ടിയുടെ എല്ലാവരും മരിച്ചുപോയി. അത് ഒറ്റപ്പെട്ട ഒരു കുട്ടി, 5-6 വയസ്സുള്ള ഒരു കുട്ടിയാണ്. എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ നിയമം അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം, കടലാസുകളൊക്കെ റെഡിയാക്കിയിട്ട് വേണം. കാരണം എന്ത് നല്ലത് ചെയ്താലും വിവാദമാവുമല്ലോ. അതുകൊണ്ട് അവരെ ഏറ്റെടുക്കാൻ വീണ്ടും ഞാൻ പോകുന്നുണ്ട്. കളക്ടറുടെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. അവരവർക്ക് പറ്റാവുന്നവരൊക്കെ ഏറ്റെടുക്കുക. നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് വീട്ടില് ഇങ്ങനെ പലരും ചിലപ്പോൾ ഒരു കുട്ടികളുണ്ടാവും, അല്ലെ അങ്ങനെ ഒരുപാട് പിള്ളേരെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മൾ അവർക്ക് കൂട്ടിക്കൊണ്ടുപോകാം, നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. പല രീതിയിൽ ഒക്കെ ആയിട്ട് നമുക്ക് അവരെ സഹായിക്കാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. സോ കോൺഫിഡന്റ്, ദ വേൾഡ് വിത്ത് ലവ്, ലവിങ് എവരിബഡി യുവർ ബുച്ചി. നമുക്ക് മാറ്റിയിടാവുന്ന, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണ്. വെരി 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 ന്യൂ കളക്ഷൻ. രണ്ട് അസെറ്റാണ്, ഇതൊരു അസെറ്റാണ്, ഇത് അതിൽ കൂടിയ അസെറ്റാണ്. ഹണി റോസിനെ കണ്ടു. ഹണി റോസിനെയും ബോച്ചേനെയും കണ്ടു. ഗായ്സ്, ക്രൗഡ് ഇതുവരെ കുറഞ്ഞില്ല. ഇവിടെ ഹണി റോസ് പോയി, ബോച്ച ഇവിടെ തന്നെ ഉണ്ടത്ര. ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആലപ്പുഴ ഷോറൂമിന്റെ ഉദ്ഘാടന പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കൾക്കും, മുഴുവൻ നല്ല മനസ്സുകൾക്കും ഓഫീസർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഹൃദയമായ